നല്ല വെയിലാണ്. ഓക്കെ ഫൈൻ. നല്ല നാറ്റം. ട്രാക്ടറിൽ അത്ര പോകേണ്ടത് തോന്നുന്നു. ഇവിടുത്തെ ജലസ്രോതസ് നമുക്കിത് ഫുള്ള് പറിക്കാം. ഹലോ ഗായ്സ്. ഓ എൻ്റെ എന്തൊരു വെയിലല്ലേ. നമ്മുടെ 30 ഡിഗ്രിയാണ് ചൂട്. 30 ഡിഗ്രി ഭയങ്കര ചൂടാണ്. നമ്മളിന്ന് പ്ലക്കിങ്ങിന് വേണ്ടി വന്നേക്കാം. എന്ത് പ്ലക്കിംഗ് ആണെന്നതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ സ്ട്രോബെറി പ്ലക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായി കേട്ടിരിക്കണം. പക്ഷേ സ്ട്രോബെറിൻ്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് വേറെ എന്തോ ആണ്. നമുക്ക് ഇവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ എന്ത് പ്ലക്കിംഗ് ആണ്. കാക്ക ഇവിടെ ഉണ്ടായിരുന്നു. നല്ല വെയിലാണ്. നല്ല വെയിൽ. ഞാൻ സൺസ്ക്രീം ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ടാൻ അടിച്ചിട്ട് കരിയും തോന്നുന്നുണ്ട്. എന്തെങ്കിലും കാണുന്നുണ്ടോ ലൈറ്റ് കൊണ്ട്? ഓ ഷെറ്റ്. അതാണ് നമ്മളുടെ ഫാം വരുന്നത് കേട്ടോ. അത്യാവശ്യം ആൾക്കാരും അത്യാവശ്യം തിരക്കൊക്കെ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഈ ഏരിയയിലാണെന്ന് തോന്നുന്നു നമുക്ക് പ്ലക്കിങ് വരിക. പക്ഷെ നല്ല ചൂടാണ് ഗൈസ്, രക്ഷയില്ല. ഇതാണ് ഗൈസ് ഞമ്മക്കോൽ തന്ന കൊട്ട. ഇതിലെന്ത് പറിക്കാനാണ്? 4 പറി പറിക്കുമ്പോഴത്തേക്ക് നിറയും. ഇതിൽ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ മാക്സിമം പറിക്കാം. അതാണ് സംഭവം. ആനിമൽ ഫാമോ? എന്തായാലും നല്ല ചൂട്. ഇവിടെ നല്ല തണുപ്പ്. ഇതെന്താ അടാ അനിമലൊന്നും ഇല്ലല്ലോ എന്നിട്ട്. ഓക്കെ ഫൈൻ. നല്ല നാറ്റം. പാവം. അയ്യോ പന്നി, വാ ഇവിടുന്ന് പോക വേഗം. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. ആടോ അതൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇത് കുറച്ച് പറയും. ഇതെന്താണ്? ചെമ്മരിയാടോ? കോഴി? എന്താ കൈസ് നമുക്ക് ആട് കോഴി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ജാതിക്കമരം കുലുക്കിട്ട പോലെയാണ് നമ്മളെ നാട്ടില്. അപ്പളാ പോലെ. എന്താണ് പറ? ഇതാണ് നമ്മളുടെ കൂടെ വരുന്ന നമ്മളെ എന്താണ് പറയുന്നത്? അങ്ങനെ ഒപ്പം പോരുന്ന ആൾക്ക് എന്താ പറയാ? നമ്മളെ ഇൻഫർമേഷൻസ് ഒക്കെ തരുന്ന ആൾ ഇതാണ്. ആൾക്ക് തന്നെയാണ് പണ്ട് പണിയും തോന്നുന്നുണ്ട് ഗൈസ്. സീരിയസ്ലി? ഓക്കെ. ഞങ്ങൾക്ക് പണ്ട് ഇവിടെ ഇത് പറിക്കലാണോ പണി? എത്ര സമയം എടുക്കാൻ പറ്റും നമുക്ക് അവിടെ? എന്തായാലും ഈ കൊട്ട അറിയണല്ലോ. ആ ബാഗ് എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് പെറുക്കിടായിരുന്നാല്. ആ പെണ്ണൊന്നും പറഞ്ഞില്ലേനല്ലോ. നമ്മളെടുത്തൊരു ബാഗ് ഉണ്ടായിരുന്നു. നമുക്ക് അതെടുത്താൽ മതി. പറയൂ. ട്രാക്ടർ അല്ല, ഇതിന്റെ മേലെ കയറിക്കണോ? അച്ഛനെ കാണിച്ചു. ഇതിലത്രേ കയറി പോണത്. നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ കുറച്ച് ആൾക്കാർ കൂടി വേഗം വെയിറ്റ് ആക്കാം. ഈ ട്രാക്ടറിൽ അത്ര പോകേണ്ടത്. ഇത് മിക്കവാറും കോമഡിയാവാൻ ചാൻസ് ഉണ്ട്. കുറച്ചാളി കൂടി കിട്ടി. അപ്പം നമ്മൾ വണ്ടി കയറാൻ പോവാണല്ലോ. അയ്യാ ശരി. ഉറപ്പാ? ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആവാനില്ല. എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കുറഞ്ഞ ആളുകളേ ഉള്ളൂ. കാരണം ഒരു 3:30 ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ 3:30 ശേഷം വരുന്ന ആളുകൾക്ക് പോകാൻ പറ്റില്ല. ഓക്കെ ഫൈൻ ഫൈൻ. ശരി ശരി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇത് നല്ലൊരു കോമഡി ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പം നമ്മളെ നാട്ടിൽ വെയിലുണ്ടാവുന്ന സമയത്ത്, ചൂടുണ്ടാവുന്ന സമയത്ത് ഒരു 40 വന്നിട്ടുണ്ടാവില്ലേ? പക്ഷെ അതേമാതിരി അല്ല. ഇവിടെ വേറൊരു പൊള്ളുന്ന ചൂട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷിറ്റ് ഗൈസ്. നമ്മളെ വണ്ടി അതേപോലെ ചലിച്ചു കൊണ്ടിരിക്കുന്നു ഗൈസ്. സംഭവം അത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് രസമുണ്ട് പരിപാടി. നമ്മള് ഡയറക്റ്റ് ഫാമിലോട്ട് പോകുന്നത്. പല പല കൃഷികളിലൂടെ കാണാം. ഈ പോൺസ് കാണാം, ആപ്പിൾസ് കാണാം, സ്ട്രോബെറി കാണാം. എല്ലാം ഓരോ സീസൺ അനുസരിച്ച് ഇവർ തുറന്നു. സ്ട്രോബെറി ഓൾറെഡി തീർന്നു.
അതിനെന്തിനാ ട്രക്ക്? നമുക്ക് ഇവിടെ നിന്ന് നടന്നാൽ പോരെ? ഒരു സെക്ഷൻ അവർ ഫിനിഷ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത സെക്ഷൻ അവർ ഓപ്പൺ ചെയ്യും. അല്ലെ ആകെ ആളുകൾ വന്നാൽ കോൺസ് ആയിരിക്കില്ല ആ കാണുന്നത്. മൊത്തം നല്ല കുലുക്കാണ് കൈസ്. നമ്മളെ നാട്ടിലത്തെ ഗട്ടർ റോട്ട് കൂടെ പോണ പോലെ ഉണ്ട്. ബട്ട് സംഭവം നല്ല രസമുണ്ട്. അയ്യോ നല്ല കുലുക്കം. നല്ല വെയിലായതുകൊണ്ടേ നമുക്ക് നമ്മളെ കാണുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാണുന്നുണ്ടോ? തണുത്ത കാറ്റോ ഇത് സംഭവം. അയ്യോ നല്ല കുലുക്കുണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ ആളുകൾ പൊരിക്കുന്നും വറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. എത്തിയോ? സോ ഇത് നമ്മൾ കോൺഫാമിലെത്തി. ഇപ്പോൾ കോൺഫാമിൽ ആവശ്യമുള്ളവരൊക്കെ ഇവിടെ ഇറങ്ങിയേക്കാണ്. നമുക്ക് കോൺ ആവശ്യമില്ല, നമുക്കത് ഇഷ്ടമല്ല, നമ്മൾ കഴിക്കാറില്ല. നമ്മൾ ബ്ലൂബെറിയിലേക്കാണ് പോണേ. കണ്ടത് ആപ്പിളല്ലേ കാക്കോ? കാണുന്നുണ്ടോ? ഒന്നും കാണില്ലല്ലേ? ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ഇവിടുന്ന് പോവും. കൈയിട്ട് പറിക്കാൻ പറ്റുമോ? നമുക്ക് ആപ്പിൾ പറിക്കാൻ പറ്റുമോ? നമുക്ക് അത് പറിക്കാനുള്ള ടിക്കറ്റ് എടുത്തുക്കണോ? ആണോ? നല്ല രസമുണ്ട് ഗൈസ് ആപ്പിൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമായി. പക്ഷെ പറിക്കാൻ പറ്റുള്ളൂ അത്ര. എന്താ ചെയ്യാ? യെസ് യെസ്, അവിടെയൊക്കെ കുറച്ച് പഴുത്തിട്ടുണ്ട്. ഈ ഏരിയയിലാണ് പഴുക്കാത്തത്. ഇവിടെ ഏതെങ്കിലും പഴുത്തുണ്ടെങ്കിൽ കൈയിട്ട് പറിക്കുന്നു. പക്ഷെ എന്താ ചെയ്യാ അമ്മേ. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ജലസ്രോതസ്. കൊള്ളാം, നന്നായിട്ട്. വെയിലാണ് സഹിക്കാൻ പറ്റാത്ത, ബാക്കിയൊക്കെ ഓക്കെ. വേറൊരു ഇതുകൂടെ ഹണി ഹാർവെസ്റ്റിംഗ്. പക്ഷേ 2 മണിയായി. ലേറ്റ് ആയത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല. അതിന് കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സാണ്. ആ സൈഡിലേക്ക് കുറേ സൺഫ്ലവേഴ്സൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെത്തിയ ഫീലുണ്ട്. ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ ഇറങ്ങി. പോയി നോക്കാം. ഇവിടെ ആഭരണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പാസോ? ഓക്കെ. ബ്ലൂബെറീസ് കണ്ടോ? എനിക്ക് വലിയ ചോറട്ടെ ഇതിൻ്റെ ഉള്ളിൽ ഇത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ബ്ലൂബെറി. ഇതാവുന്നുള്ളല്ലോ. എന്ത് രസമുണ്ടല്ലോ. നമുക്കിത് ഫുള്ള് പറിക്കാം. വയറ് നിറച്ച് കഴിക്കട്ടെ, എന്നാലുള്ളൂ മുതലാവുക പൈസ. പിന്നെ സ്മാൾ ടൊമാറ്റോസ് ഉണ്ട്. ടൊമാറ്റോസ് വിൽക്കണ്ടേ? എന്തിനാ പെപ്പർ? അതിൻ്റെ ഉള്ളിൽ കൊള്ളണില്ല ഗൈസ്. എനിക്ക് ഇനിയും ഒരുപാട് ബാലൻസ് ഉണ്ട്.
പാവം. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഷോർട്ടായാലുള്ള ബെനിഫിറ്റ് കണ്ടു. എനിക്ക് ഇത്രയും ബാലൻസാണ്. കാക്കു പാവം തല കുനിച്ച് നടക്കുന്നു. കുട്ടി ബ്ലൂബെറി പറിക്കണോ? പറിക്കാണ്ട് കഴിക്കും. ആയിച്ചുമുത്താത്ത അമ്മ തജു അത് കഴിച്ചു. നമ്മൾ ഇത്രയും ബ്ലൂബെറി പറിച്ചിട്ടുള്ളൂ. കാരണം നമുക്കിനിയും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊട്ട നിറഞ്ഞു പോകും. പിന്നെ അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് കഴിക്കൊന്നുമില്ല. പിന്നെ ഒരു ആവേശത്തിന് പറിച്ചു തന്നെ ഉള്ളൂ. ബട്ട് സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. ഇങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു കുഞ്ഞു പിള്ളേരും ഫാമിലി കഴിച്ചൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. പിള്ളേർക്ക് കുറച്ചുകൂടി രസമായിരിക്കും സംഭവം. ഓൾക്ക് ഓടി നടന്ന് പറിക്കാനും കഴിക്കാനും ഒക്കെ പറ്റും. നല്ല വെയിലാണ് ഗൈസ്. ഇതന്നെയല്ലേ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മൾ പ്ലക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി വേറെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടോ നോക്കാൻ പോവാണല്ലോ. നമുക്കിവിടെ വാഷ്റൂമിൻ്റെ സൗകര്യവും വാട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊണ്ടൊക്കെ പോകുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ ഇവിടെ ബാത്റൂമും ഇതൊക്കെ ഉണ്ട്. വെയിലൊക്കെ മാറിപ്പോ മഴ വരാനുള്ള സാധ്യതകൾ കാണുന്നു. സോ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അടുത്ത സെറ്റ് ആളുകളെ ഡ്രോപ്പ് ചെയ്യാൻ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചു പോകുമ്പോൾ നമ്മളതിൽ പോവാനാണ് പദ്ധതി. അത് ഇങ്ങോട്ടല്ലേ ആ വണ്ടി? ഓ കാക്കു, ആ വണ്ടി ഇങ്ങോട്ടല്ല. വണ്ടി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇതിൽ തിരിച്ചു പോവാം. മഴയും വരുന്നുണ്ട്, ക്ലൈമറ്റ് മാറി തുടങ്ങി. അപ്പം ഇനി ഇവിടെ വലിയ രസം ഉണ്ടാവില്ല. ലെറ്റ്സ് സീ. ബൈ ബൈ. നമ്മളെത്തി ഗൈസ്. ഇങ്ങോട്ട് അയാൾ ഏതോ ഒരു ഷോർട്ട് കട്ട് പിടിച്ചു. അത് നമ്മൾ പെട്ടെന്ന് എത്തി. അങ്ങോട്ട് പോലും നമ്മളെ കുറച്ചുകൂടി ചുറ്റി വളച്ചു കൊണ്ടുപോയി. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ ഇതേപോലെ കുറേ ഭംഗിയുള്ള വീടുകൾ കണ്ടിട്ടോ. നമ്മളെ നാട്ടിലുള്ള പോലെ ഇവിടെ വീടിന് ഞാൻ പൊതുവെ അങ്ങനെ മതിലുകൾ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഇവിടെ കള്ളന്മാരില്ലേ, അതോ ഇവിടെ കൊണ്ടുപോകാനൊന്നും ഇട്ടാണോ എനിക്കറിയാൻ പാടില്ല. ഇവിടെ മതിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുറ്റവും പരിസരമൊക്കെ നല്ല വൃത്തിയാണ് കാണാൻ. ഇത് ഇതേപോലെ എന്താണെന്നറിയില്ല, ആകാശത്തു നിന്ന് പഠിച്ചുകൊണ്ട് ടോർച്ച് അടിച്ച് നോക്കണ പോലെ ഉണ്ടായിരുന്നു കാണാൻ. മേഘത്തിൻ്റെ അടിയിൽ കൂടെ സൺലൈറ്റ്. പണ്ട് ഞാനൊക്കെ ക്രിയാത്മകമായി ചിത്രം വരക്കുമ്പോഴാണ് എറൈസർ വെച്ചിട്ട് ഇങ്ങനത്തെ സൺലൈറ്റൊക്കെ സൃഷ്ടിച്ചിരുന്നത്. അത് നേരിട്ട് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ.